ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന ആരോപണം ഒരു പാർട്ടിയെ തന്നെ കുരുക്കിലാക്കിയതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളമാകെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെയാണ് നിരവധി വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം, അതോടൊപ്പം ധർമ്മസ്ഥലയിലെ സാക്ഷിയെ പ്രതിപ്പട്ടികയിൽ ചേർത്തതടക്കമുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി ഈവനിംഗ് ഡിബേറ്റ് തുടങ്ങുന്ന സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്താനായി യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി. യുവതിയുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പഠിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയുന്ന എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ഏതായാലും ഈ ഭീഷണിപ്പെടുത്തൽ കൂടി കേൾക്കുമ്പോൾ കർണാടകത്തിലെ പ്രജ്വൽ രേവണ്ണേക്കായി വലിയ അണ്ണനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര മനോഹരമായിട്ടാണ്
സ്ത്രീകളെ പറഞ്ഞ് പറ്റിച്ച് അവരെ ബലാത്സംഗത്തിനിരയാക്കി ഗർഭിണികളാകുമ്പോൾ ഗർഭം അലസിപ്പിക്കാൻ നടത്തുന്ന ഭീഷണിപ്പെടുത്തൽ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വിഷയത്തിലെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഷീജ തിരുവനന്തപുരത്തു നിന്നും PV കുട്ടൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ഷീജ, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നുവിട്ട ഭൂതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അടിമുടി പതറി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു? ആരുടെ തണലിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി? പാലക്കാട്ട് ജയിച്ച് MLA ആയി? കാട്ടിക്കൂട്ടിയ അപരാധങ്ങളെന്ത്, അധർമ്മങ്ങളെന്ത് എന്ന് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ളവരുടെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത്. മറുപടി പറയേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ പറയേണ്ടത് VD സതീശനും ഷാഫി പറമ്പിലും തന്നെയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹമല്ല ആവശ്യപ്പെടുന്നത്, കോൺഗ്രസ്സിലെ, യൂത്ത് കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗമാണ്. രാവേറെ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടോളം കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്ത നിരവധി ആളുകളെ വെട്ടിനിരത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ നേതാവിനെ, ചാനൽ ചർച്ചകളിൽ വന്ന് അസഭ്യം വിളിച്ചു പറയുന്ന ആ വ്യക്തിയെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി ആകപ്പാടെ അടിമുടി പതറി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. എന്താണിപ്പോൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ? രാഹുൽ രാജിവെക്കേണ്ടി വരുമോ? KPCCക്ക് കിട്ടിയ നിർദ്ദേശം എന്താണ്? രാവിലെ VD സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി, ഇനി വരേണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോൺഗ്രസിനെ സംബന്ധിച്ച് MLA എന്നുള്ള അർത്ഥത്തിൽ രാഹുലിൻ്റെ രാജി മാത്രമാണ്. ഷീജ. സിജു, ഏതായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ആകെ നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ആകെ അങ്കലാപ്പിലായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കോൺഗ്രസും ഉള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. രാഹുലിനെ ഇനിയും പിന്തുണച്ചാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിൽ തന്നെ ഇതിനകം, ഇത് ഇപ്പോഴെന്നല്ല നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു വിമർശനമാണ്, വലിയ തോതിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് എന്ന ഒരു പേരാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും എന്ത് തോന്നിയാസത്തിനും അല്ലെങ്കിൽ എന്ത് തെറ്റിനും ഒപ്പം നിൽക്കുന്നൊരു നിലപാടും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ ഇതിനകം തന്നെ വിമർശനം ഉയർന്നു വന്ന വിഷയവും കൂടിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്ന വലിയൊരു വികാരം എന്ന് പറയുന്നത്. മുതിർന്ന നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട്. കാരണം സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ഒടുവിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം എത്തിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നിട്ടും അതിൽ 3 വർഷം മുൻപ് വന്ന പരാതിയിൽ പോലും നടപടിയെടുക്കാതെ വൈകിപ്പിച്ചത് അത് വലിയ തോതിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് നേരെ തിരിഞ്ഞു വരുന്നത്. ഇത് പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് VD സതീശൻ ഇപ്പോൾ ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക്, ചുവട് മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പക്ഷേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു തരത്തിലുള്ള നിലപാടാണ് ഇന്നിപ്പോൾ സ്വീകരിച്ചത്. ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഷാഫി പറമ്പിൽ ഇന്നിപ്പോൾ സ്വീകരിച്ചത്. അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഏതായാലും അതായത് AICCയിൽ നിന്ന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ കൂടുതലായി AICCക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് രാഹുൽ എത്തേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് രാഹുലിൻ്റെ ഈ ഒരു വിഷയത്തിലൂടെ പോയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഒരു പെൺകുട്ടിയല്ല രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യ ദിവസം ഒരു പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു പെൺകുട്ടിയുടെ ഓഡിയോ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും കൂടുതൽ പരാതികളടക്കം രാഹുലിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി പേർ നൽകിയിട്ടുണ്ടെങ്കിലും, നിരവധി യുവതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ വെളിച്ചം കാണാതെ പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ കാര്യങ്ങൾ തിരിയുന്നു
ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും രാഹുലിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. രാഹുലിന്റെ രാജി, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തന്നെയാണ് ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇതിൽ ഏത് തീരുമാനമാകും, MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്റെ തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. കാരണം രാവിലെ രാഹുലിനോട് സംസാരിക്കുമ്പോൾ രാഹുലിന്റെ പ്രതികരണത്തിൽ നിന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിച്ചില്ലെങ്കിലും അല്ലാതെ പലരോടും ഫോണിൽ സംസാരിച്ചത് വെച്ച് മനസ്സിലാക്കുന്നത് താൻ രാജിക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുക. സിജു. ശരി ഷീജ, തുടരുക. ഇപ്പോൾ PV കുട്ടൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. കുട്ടൻ, രാവിലെ ഷാഫി പറമ്പിൽ മൗനം വെടിഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷേ പറയാതിരുന്ന കാര്യങ്ങളും കേരള സമൂഹത്തിന് മുന്നിൽ ഓർമ്മയുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച വനിതകളെക്കുറിച്ചോ ആരോപണത്തെക്കുറിച്ചോ ഒരു അക്ഷരം മിണ്ടാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. മാത്രമല്ല, മാധ്യമങ്ങളോട് സംസാരിച്ച അത്രയും നേരവും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിച്ചത്. സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, വല്ലാത്ത സംശയനിഴലിൽ ഒരു പാർട്ടിയെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു? പങ്ക് പറ്റുന്നവരിൽ ഷാഫി പറമ്പിലുമുണ്ടോ? ഈ കൂട്ടുകച്ചവടത്തിൽ ഷാഫി പറമ്പിലിനും പിടിവീഴാറായോ? ഇങ്ങനെ ചില സംശയങ്ങൾ കൂടി ഇല്ലേ? സിജു, ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ പരിപൂർണമായും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു ഘട്ടത്തിൽ വളരെ ചെറിയൊരു വാർത്താ സമ്മേളനമായിരുന്നു, ബൈറ്റെടുപ്പായിരുന്നു. പക്ഷേ അതിനിൽ ഷാഫിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഷാഫി തിരിച്ചു പോകുന്നൊരു സാഹചര്യം. അതായത് പതിവിൽ നിന്നും വ്യത്യസ്തമായി, സാധാരണ നമുക്കറിയാം മാധ്യമപ്രവർത്തകരോട് കളിച്ചും ചിരിച്ചുമൊക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാഫി പോവാറ്. പക്ഷേ ഇത്തവണ ഷാഫിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ, ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ സമയത്തൊക്കെ പൂർണ്ണമായും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട്, രാഹുലിനെതിരെ കേസുണ്ടോ, FIR ഉണ്ടോ, നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മറുചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുലിനെ പരിപൂർണമായും സംരക്ഷിക്കുന്ന ഒരു നിലയാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി ഷാഫി എവിടെയെന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ദില്ലിയിൽ സാധാരണ ഏത് വിഷയങ്ങൾക്കും മാധ്യമപ്രവർത്തകരെ കാണുന്ന ഷാഫി ദില്ലിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ബീഹാറിലേക്ക് പോയതും വലിയ വാർത്തയായിരുന്നു. അതുൾപ്പെടെ ഇന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. പക്ഷേ 3 ദിവസമായിട്ടും ഷാഫി ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി താൻ ആരുടെ കൂടെയാണ്, എന്താണ് തൻ്റെ നിലപാട്, ഈ വിഷയത്തിൽ എന്താണ് തൻ്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി തന്നെ ഷാഫി പറഞ്ഞിരിക്കുകയാണ്. താൻ രാഹുലിൻ്റെ ഒപ്പമാണെന്നുള്ള കാര്യം. VD സതീശനും നേരത്തെ രാഹുലിന് വലിയ സംരക്ഷണവും പിന്തുണയും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ഗുരുതരമായ പരാതി രാഹുലിനെതിരെ ലഭിച്ചിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാനോ തിരുത്തി കൊണ്ടുവരാനോ പോലും പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, പാലക്കാട്ട് മത്സരിപ്പിക്കുന്ന വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് VD സതീശൻ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് ഷാഫിക്ക് പകരം ഷാഫി വടകരയിലേക്ക് മത്സരിച്ച് MP ആയ ഘട്ടത്തിൽ പാലക്കാടേക്ക് രാഹുലിനെ കൊണ്ടുവരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തി കഴിഞ്ഞ കുറേ നാളുകളായി ഈ മൂവർ സംഘത്തോടുണ്ട്. ഇവർ കാട്ടുന്ന ഈ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയുള്ള പെരുമാറ്റങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ VD സതീശനൊരു പവറിന് മുന്നിൽ ആരും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതികരിക്കേണ്ട ഘട്ടം വന്നപ്പോൾ നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുവെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പാർട്ടിക്കകത്ത് ശക്തമായ നടപടി രാഹുലിനെതിരെ വേണം എന്ന തരത്തിലുള്ള വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്, അത്തരം നിർദ്ദേശങ്ങൾ ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും VD സതീശന് രാഹുലിനെ കൈയൊഴിയേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഈ പുതിയൊരു രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ വ്യക്തമാവുന്നത്. അതേസമയം ഷാഫി വളരെ കൃത്യമായി രാഹുലിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. സിജു. ശരി, കുട്ടൻ തുടരുക. ഷീജ, നേരത്തെ ഈ മൂവർ സംഘം, അതായത് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളൊരു ആരോപണം നിരവധി കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. വ്യാജ വോട്ടർ ID കാർഡുകൾ നിർമ്മിച്ച് പ്രസിഡന്റായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെ
വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പരസ്യമായി തന്നെ ചിലർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ ഈ സംഭവവികാസങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ഒരുപക്ഷേ ഈ മാധ്യമങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പോകേണ്ടി വരുന്നില്ല, പ്രതിപക്ഷ പാർട്ടികൾക്ക് വിവരങ്ങൾ അന്വേഷിച്ച് പോകേണ്ടി വരുന്നില്ല. ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചിലർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തുകയും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ഒരുപക്ഷേ ഇനിയും കൂടുതൽ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നം, ഇനി ആരാണ് യൂത്ത് കോൺഗ്രസിനെ നയിക്കേണ്ടി വരിക എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് മത്സരിച്ചത്. ആ മത്സരത്തിൽ അബിൻ വർക്കി 2ാം സ്ഥാനത്തായി. ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന രീതിയിൽ അബിൻ വർക്കിയെ വൈസ് പ്രസിഡന്റായിട്ട് നിയോഗിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പുതിയ സ്ഥാനത്തേക്ക് ആൾ വരുന്നു എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിലെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് തന്നെ ഇടവരുത്തിയിരിക്കുക, ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. പലരുടെയും നോമിനികൾ അവരെ ആക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പാർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ നിസ്സാരമായൊരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ അടിപടലം ബാധിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ തന്നെ മറുപടി പറയാനാകാതെ നേതാക്കൾ കുഴങ്ങുകയും ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിലും ആകെ പ്രതിസന്ധി തന്നെയാണ് സിജു. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്ന് ഈ പറയുന്നത് പോലെ തന്നെ 3 പേരുകളാണ് ഉയർന്നു വന്നിരുന്നത്. ഒന്ന് ഈ അബിൻ വർക്കിയുടെ പേരാണ്. അബിൻ വർക്കിക്ക് പുറമെ JS അഖിലിൻ്റെയും അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെയും പേരുകളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ വലിയ തോതിലുള്ള പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകൾക്കും ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് ശ്രമിക്കുന്നതും ആ ഗ്രൂപ്പിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതും. പക്ഷേ ഇതിൽ കാണേണ്ടത് അബിൻ വർക്കിക്ക് ഇപ്പോൾ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ AK ഷാനിബ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷാനിബൊക്കെ അടക്കമുള്ളവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസുമായി യോജിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിന് പുറത്തേക്ക് വരികയും ഇടതുപക്ഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പൊട്ടിമുളച്ചു വന്ന നേതാവ്, ഇപ്പോൾ കേരളത്തിലുള്ളവർ പറയുന്നത്, കോൺഗ്രസിനുള്ളിൽ ഉള്ളവർ തന്നെ പറയുന്നത്, കർണാടകത്തിലെ ജനതാദളിൻ്റെ HD ദേവഗയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണയേക്കാൾ വലിയ അണ്ണനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അന്യായങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്? അതിൽ ഭീഷണിയുണ്ട്, പീഡനമുണ്ട്, ബലാത്സംഗമുണ്ട്, വ്യാജ വോട്ടർ ID നിർമ്മാണമുണ്ട്. ഒരുപക്ഷെ ഒരു ക്രിമിനലിന് യോജിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ VD സതീശനും ഷാഫി പറമ്പിലും ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്ന് ജനങ്ങൾ വായിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടത്തിലെ മൂവർ സംഘം, അതിൽ ഷാഫി പറമ്പിലും VD സതീശനുമുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിലായി VD സതീശൻ സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരിക്കണം നിലപാട് മാറ്റി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളത്. ഈ പാർട്ടിയെ അടിമുടി ഇല്ലാതാക്കാൻ കഴിയുന്നതാണോ ഈ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിവിട്ട ഈ പീഡന പർവം? തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ ആയ ഒരാൾക്കും ഇതുപോലെ കേട്ട് ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ബീഹാറിൽ നിന്ന് മടങ്ങിയെത്തിയ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ പരാതി ഉണ്ടോ, FIR ഉണ്ടോ എന്നെല്ലാം നിരന്തരം ചോദിക്കുകയാണ്. ഈ പരാതി പറഞ്ഞ പെൺകുട്ടികൾ ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലും ആ പെൺകുട്ടികളുടെ മൊറയിലിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും ക്രൂരമായ പീഡനവും ക്രൂരമായ ഭീഷണിയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ആ പെൺകുട്ടികളെ വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആ പെൺകുട്ടികൾക്കെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ അപമാനകരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ ഒരു കാരണവശാലും എത്തിപ്പെടാൻ പാടില്ലാത്ത തരത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളുടെയും ഒരു കൂടാരമായി കോൺഗ്രസിനെ മാറ്റിയത് ഈ മൂവർ സംഘമാണ്. ഞാൻ വിചാരിക്കുന്നു VD സതീശനെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം പറഞ്ഞ് പറ്റിച്ച് VD സതീശനെ പോലും ഇതുപോലെ ഒരു നാണം കെട്ട അവസ്ഥയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ഷാഫി പറമ്പിലിനുണ്ട്. ഇന്നിപ്പോ VD സതീശൻ കുറെ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹം കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയെങ്കിലും തന്നത്. പക്ഷെ ആ സൂചന തന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഷാഫി പറമ്പിൽ ഒരു രക്ഷകനെ പോലെ എത്തി, അയാൾ രാജിവെക്കേണ്ടതില്ല, അയാൾ പാർട്ടിയിൽ നിന്ന് മാറി, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്,
എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ നടത്തിയ കൊള്ളരുതായ്മകൾ, വ്യാജ ID കാർഡിന്റെ കഥകൾ, ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ഇവർ നടത്തിയ അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടി ഒരു സൈക്കോപാത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനലിനെ സഹായിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി, ഒരു പാർലമെന്റ് മെമ്പർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപമാനകരമാണ്. ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടി വന്നു എന്നതിന്റെ പേരിൽ ആ കാലം ഓർത്ത് ഞാൻ അപമാനിക്കുന്നു. എന്നാൽ ഇപ്പോ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന്റെ പേരിൽ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഞങ്ങൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ മുൻപും പരാതിയായി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഷാഫി പറമ്പിലിന്റെ അടുത്ത് ഷഹനാസ് എം എന്ന് പറയുന്ന ഒരു യുവതി നേരിട്ട് ഒരുപാട് തവണ ഒരു പരാതി പറഞ്ഞിരുന്നു. ആ പരാതിയിൽ പരിഹാരമുണ്ടാകാനാവാതെ അവസാനം എന്നോട് ആ പെൺകുട്ടി, ആ യുവതി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയച്ചു. അവിടെ എത്തി പരാതി കൊടുത്ത് 2022 കൊടുത്ത പരാതിയാണ്. ഇതുവരെ ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ സ്ത്രീ പീഡകരെയും അതുപോലെ തന്നെ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നവരെയും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരെയും പ്രളയ ഫണ്ട് പോലും പുട്ടടിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ അനാശാസ്യം നടത്തുന്നവരെയും ഒക്കെ സഹായിക്കുന്ന, അവരെ വളർത്തുന്ന ഒരു വൃത്തികെട്ട സംവിധാനമായി ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. എത്രയോ മഹാന്മാരായ ആളുകൾ ഇരുന്ന കസേരയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം. എത്രയോ മഹാന്മാരായ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയി, ജനപ്രതിനിധിയായി, MP ആയി ഇവർ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത് ആകെ ഏതാനും ചില പെൺകുട്ടികൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത്. എന്നാൽ ഒരു MLA ആയി പ്രവർത്തിക്കുമ്പോൾ ധാരാളം സ്ത്രീകളുമായി ഇടപെടേണ്ടി വരും, സ്ത്രീകളുടെ പരാതികൾ കേൾക്കേണ്ടി വരും. അവരുടെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ, വീട്ടമ്മമാർ ഉൾപ്പെടെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് MLA ഓഫീസിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു MLA ഓഫീസിൽ ഒരാളെ ഇരുത്തിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയില്ലേ, അതൊരു വലിയ കാര്യമല്ലേ എന്ന് പറയാൻ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും അപമാനിച്ച് തല താഴ്ത്തി ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്കും നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്, VD സതീശനും ഷാഫി പറമ്പിലുമാണ്. VD സതീശൻ ഇന്നലെയൊക്കെയായി അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടും ആ മാറ്റത്തിനനുസരിച്ച് നിലപാട് മാറ്റാൻ ഷാഫി പറമ്പിൽ തയ്യാറാകാത്തത് ഇവർ നടത്തിയ കൂട്ടുകച്ചവടത്തിന്റെ തെളിവുകൾ പുറത്തു വരും എന്നതുകൊണ്ടാണ്. അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള പ്രതികരണങ്ങൾ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹം പറയുന്നു പരാതിയുടെ പരിസരം എന്നൊക്കെ പറയുന്നു. പരാതിയുടെ പരിസരത്തിൽ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുകയാണ്. പരാതിയുടെ പരിസരമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ പാലക്കാട് പരിസരത്ത് MLA ആണെന്ന് പറഞ്ഞ് ഇയാൾ കാലുകുത്തിയാൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. അത് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമല്ല, ജനങ്ങളുടെ പ്രതികരണം. ഷാനു പറഞ്ഞു തന്നെയാണ് രാവിലെ ഈ ഷാഫി ഒരുപാട് തവണ ആവർത്തിച്ചതാണ് പരാതിയുടെ പരിസരം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതാണ് ശരി. പാലക്കാട്ടുകാർ പറയുന്നത് പരാതിയുടെ പരിസരം അവിടെ നിൽക്കട്ടെ, പാലക്കാട് പരിസരത്തിന് കണ്ടുപോകരുതെന്നാണ്. വളരെ നന്ദി ഷാനിബ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാട് മാറ്റി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്കകത്തും പുറത്തും പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് നിലപാട് മാറ്റം. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് VD സതീശൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പൊതുജനമധ്യത്തിലും പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് മാറ്റിയത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിച്ചത് പാർട്ടി നടപടി തന്നെയാണെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന് പറഞ്ഞത്. പരാതി പറഞ്ഞ പെൺകുട്ടിക്കെതിരെ കോൺഗ്രസ് MP VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നും VD സതീശൻ പറഞ്ഞു. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു. ഒരാൾ ഒരു സ്ലിപ്പ് വരാം, പക്ഷെ കറക്റ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു, തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊന്നും പറ്റില്ല, അതൊന്നും കോൺഗ്രസ്സിൽ പറ്റില്ല.
കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. രാഹുലിനെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന സൂചന നൽകിയെങ്കിലും എപ്പോൾ നടപടിയുണ്ടാകുമെന്നോ എന്ത് നടപടിയുണ്ടാകുമെന്നോ വി.ഡി. സതീശൻ പറഞ്ഞില്ല. ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് വന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ. സ്വഭാവശുദ്ധിയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പോകുന്നിടത്തെല്ലാം മുട്ടയിടുന്ന വാർത്തകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. പക്ഷേ സ്വഭാവശുദ്ധിയുടെ കാര്യത്തിൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള ഒരു കമൻറ്റുകൾ ടി വികളെ കേൾക്കുമ്പോൾ ഏതായാലും ഇത്തരം ഒരു സ്വഭാവശുദ്ധി അശേഷമില്ല എന്ന് മാത്രമല്ല ചിലയിടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് കിടക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനാണ്. കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും ഉള്ള് സ്ത്രീതൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഒരു കാര്യമുണ്ട്, പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹൈക്കമാൻഡ് പ്രിയങ്ക ഗാന്ധി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കളടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ട സാഹചര്യമില്ല എന്ന് പ്രിയങ്ക ഗാന്ധിക്കും ഹൈക്കമാൻഡിനും പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പ്രിയങ്ക ഗാന്ധിയെ കൃത്യമായി ധരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ വലിയ പരാതികൾ ഹൈക്കമാൻഡ് മുന്നിൽ വരുന്നുണ്ട്. രാഹുലിൻ്റെ സാമ്പത്തിക വളർച്ച ദുരൂഹമെന്നും ഇടപാടുകളിൽ ഷാഫി പറമ്പിലിനും പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച കത്തിലും ആവശ്യപ്പെടുന്നുണ്ട്. പാലക്കാട് DCC ഭാരവാഹി ഉൾപ്പെടെ ഒന്നിലധികം പേർ ഒപ്പിട്ട പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം. രാഹുൽ MLA ആയതിനു ശേഷമുള്ള സാമ്പത്തിക വളർച്ച ദുരൂഹമാണ്. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ബിസിനസ് ഇടപാടുകളുണ്ട്. ഇടപാടുകളിൽ ഉറ്റ സുഹൃത്തു കൂടിയായ ഷാഫി പറമ്പിൽ എംപിക്കും പങ്കുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച പരാതിയിൽ പറയുന്നു. ഇരുവർക്കുമെതിരെ നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവ് V.D. സതീശനും കോൺഗ്രസിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും മുൻപ് നൽകിയിട്ടുണ്ട്. എന്നാൽ വിഷയം കേരളത്തിൽ തന്നെ ഒതുക്കി തീർക്കുകയും ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ എത്തിയതിലും ദുരൂഹത ചൂണ്ടിക്കാട്ടുന്നു. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കൾ നിരവധിയുള്ളപ്പോൾ ഷാഫി എത്തിയതും ഇത്തരം പിൻവാതിലൂടെയാണെന്ന ആക്ഷേപമാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്നും അല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി അവസാനിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാതിരുന്ന പല കോൺഗ്രസ് നേതാക്കളും ഇന്ന് മൗനം വെടിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ TN പ്രതാപനാണ് ഇന്ന് രംഗത്തെത്തിയത്. പൊതുപ്രവർത്തകർ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്റ്റൽ ക്ലിയർ ആകണമെന്ന് TN പ്രതാപൻ പറഞ്ഞു. വ്യക്തിജീവിതവും പരസ്യജീവിതവും സൂക്ഷ്മതയോടെ കൊണ്ടുപോകണമെന്നും TN പ്രതാപൻ പറഞ്ഞു. വ്യക്തി ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പാലിക്കപ്പെടേണ്ട ചില നിഷ്കർഷതകളുണ്ട്. ഏത് പ്രസ്ഥാനങ്ങളിലായാലും പൂർണ്ണമായും അത് ക്ലിയർ ക്രിസ്റ്റൽ ആകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പൊതുപ്രവർത്തകന്മാർ ഏത് പ്രസ്ഥാനങ്ങളിലായാലും അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ക്ലിയർ ക്രിസ്റ്റലുകളാകണം. മാതൃകകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ. റോൾ മോഡലുകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ എല്ലാ പ്രസ്ഥാനങ്ങളിലും. TN പ്രതാപനെ പോലെ പ്രതികരിക്കാൻ കാത്തിരിക്കുന്ന നിരവധി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും വളരെ നേരത്തെ തന്നെ അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ V.D. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വടിയെടുത്തത് കൊണ്ട് മിണ്ടാതിരുന്ന നേതാക്കളുണ്ട്. ഇപ്പോൾ കിട്ടിയ അവസരമാണ്, എല്ലാം പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട് എന്നാണ് പല നേതാക്കളും കരുതുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ അബിൻ വർക്കി അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അബിൻ വർക്കി ഒക്കെ പോലെയുള്ള നേതാക്കൾ കാലങ്ങളായി ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു വന്ന നേതാക്കളെയൊക്കെ വെട്ടിയൊതുക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും
അതോടൊപ്പം പിന്നീട് പാലക്കാട് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആ മൂവർ സംഘത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ആക്രമണം, ആയുധം, അതിനുള്ള പോർമുഖം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ റജി ലൂക്കോസ് കൂടി നമുക്ക് ചേരുന്നു. ശ്രീ റജി ലൂക്കോസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ സ്ത്രീകളെ ചതിയിൽപ്പെടുത്താൻ കഴിയുന്നവർക്കുള്ള പുതിയ മാർഗ്ഗങ്ങൾ, ഒരുപക്ഷെ രാഹുൽ ലെസൺ എന്ന് പറഞ്ഞൊരു ലെസൺ കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ജിമെയിൽ വഴി അടക്കം ആണ് ഈ പിടിക്കപ്പെടാതിരിക്കാൻ ചാറ്റിംഗ് നടത്തിയത്. അതോടൊപ്പം തന്നെ ടെലിഗ്രാം വഴി ഏതൊക്കെ സമൂഹ മാധ്യമത്തിൻ്റെ പുതിയ സാങ്കേതികവിദ്യകൾ ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ പാഠങ്ങൾ പഠിച്ചതിനേക്കാൾ ഏറെ കാലം പഠിച്ചത് ഇത്തരത്തിൽ എങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കാമെന്നതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ശ്രീ റജി ലൂക്കോസ്. അയാളെ ബ്ലോക്ക് ചെയ്തൊരു പെൺകുട്ടിക്ക് അയാൾ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ അയാൾ എത്ര വിദഗ്ധനാണെന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് സ്ത്രീ പീഡകരെ കുറിച്ചും ഇപ്പോൾ ബ്രിജ്ഭൂഷണെ കുറിച്ചും പ്രജ്വൽ ദേവനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാളെപ്പോലെ ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ടാണല്ലോ ദേശീയ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു സ്ത്രീ പീഡകൻ എന്നുള്ളവരും. അത് തന്നെയുമല്ല, ഇയാളെ സംബന്ധിച്ചോളം ഇയാൾ കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ അയാൾ 4-5 വർഷം മാത്രമേ ഉള്ളൂ. ഈ 4-5 വർഷം കൊണ്ട് ഇയാളെ ഏതെല്ലാം പദവികളിൽ എത്തിച്ചു ഇയാളുടെ ഗോഡ് ഫാദേഴ്സ്. അവരും മറുപടി പറയണ്ട. ഇയാൾ മാത്രം പറഞ്ഞാൽ പോലും ഇയാളുടെ രാജിയേക്കാൾ ഉപരിയായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ രാജി ആണ് കേരളം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്, 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, അയാളുടെ കുടുംബ സുഹൃത്തും മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി ഈ പ്രതിപക്ഷ നേതാവിന് ഇയാളെ കുറിച്ച് പരാതി കൊടുത്തതിന് ശേഷം ആ പരാതി പരിഹരിച്ചില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിലും അയാൾ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. തന്നെയുമല്ല, പ്രതിപക്ഷ നേതാവ് ചെയ്ത ഗുരുതരമായ തെറ്റെന്താ, അതീവ ഗുരുതരമായ തെറ്റെന്താ, ഇയാളെ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ആക്കി, ഡ്യൂപ്ലിക്കേറ്റ് IDs ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഇയാളെ പാലക്കാട് നിന്ന് MLA ആക്കി. അപ്പൊ ആദ്യത്തെ കുറ്റവാളിയും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ട ആരാ? ഈ സാക്ഷാൽ പ്രതിപക്ഷ നേതാവാണ്. ഇയാളൊരു പെർവേറ്ററായ ഒരാളാണെന്ന്, ഇയാളെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ പാടില്ല എന്നും ഗൾഫ് ആസ്ഥാനമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്ന് മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു പെൺകുട്ടി പറഞ്ഞതായിട്ട്. ആ ഷാഫി പറമ്പിനോടാ പറഞ്ഞേ. അതേ ഷാഫി പറമ്പിൽ എന്നിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് സകല ഒത്താശകളും ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഇത്തരം നേതാക്കളാണ് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. അതിനുള്ള മറുപടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശനോടൊക്കെ ആ മറുപടി ജനങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടി അവിടുന്ന് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരുപാട് ക്രിമിനലുകളെയും അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്ന ഒരുപാട് എണ്ണത്തിനെ കേരളം ജന്മം നൽകിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞൊരു വേർഡ് ചരിത്രത്തിൽ കേരളത്തിൽ ജനിച്ച ഏറ്റവും വൃത്തികെട്ട ജന്മമായിട്ട് തന്നെ കണക്കാക്കും. ഇയാൾ പറഞ്ഞൊരു വാക്ക് കേരളത്തിലെ ഏതാണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് 5 കോടിയോളം ജനങ്ങള് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പിന്നിലൂടെ വിശപ്പടക്കിയിട്ടുണ്ട്. ഞാനും ആ പൊതിച്ചോറ് പങ്കാളിയാണ്. ഒരു മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് നമ്മളെല്ലാവരും അത് തന്നെയാണ്. ആ പൊതിച്ചോറ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞെന്താ, 7 വർഷം കൊണ്ട് ഡിവൈഎഫ്ഐ കാരൻ എന്നൊക്കെ ഇയാൾ പറയുന്നത്, കാരൻ കൊടുക്കുന്നത് ചെയ്യുന്നൊരു പൊതിച്ചോറ് മാത്രമാണ്. ആ പൊതിച്ചോറിന്റെ പിന്നിലും അസന്മാർഗിക അശ്ലീല പ്രവർത്തനങ്ങളുണ്ടെന്നാണ് ഇയാള് വളരെ പരസ്യമായിട്ട് പറയുന്നത്. അന്ന് ഇയാളെ കയ്യാമം വെച്ച് അകത്തിട്ടുണ്ടാ. ഒന്ന് ആലോചിക്കൂ, അയാൾ ആക്ഷേപിച്ചത് ആരെയാണ്? ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നിത്യേനയാണ് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുന്നത്. അതല്ല റജി ലൂക്കോസ്, ഒരുപക്ഷെ ഡിവൈഎഫ്ഐ സംബന്ധിച്ച് പൊതിച്ചോറിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തികച്ചും സാമൂഹ്യപരമായ കാഴ്ചപ്പാടാണ്. അതൊരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇതൊരു കോഴിക്കണ്ണാണ്, കുറുക്കൻ്റെ കണ്ണാണ്. അതാണ് ഈ പൊതിച്ചോറിൽ പോലും ആ ഒരു കണ്ണ് കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞതും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തത്. തീർച്ചയായിട്ടും അയക്കല്ലേ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അതിൽ അയാളുടെ എക്സ്പേർട്ടാ. അത് തന്നെയല്ല, അയാൾ ആക്ഷേപിച്ചിരിക്കുന്ന ആരെയാണ്? ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളല്ലേ അയാൾ ആക്ഷേപിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയൊക്കെ കിട്ടായിരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതല്ല. ഞാനിവിടെ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഇയാൾ പറഞ്ഞ വാക്കുകൾ, ഞാനന്ന് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയാലെന്ന് തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മുടെ ധീരജ്, കണ്ണൂർക്കാരനായ ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടി, കേവലം 20 വയസ്സുള്ള ധീരജിനെ ഒറ്റ കൂത്തിന് കൊന്ന വിഷയത്തിന്റെ സെക്കൻഡ് ഡേയിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഇയാള് വന്ന് പറഞ്ഞ വാക്കുകള് വാസ്തവം പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ അങ്ങ് അലോരസപ്പെടുത്തി. ഇയാൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ കൊലപാതകത്തെ ന്യായീകരിച്ചെന്നറിയാമോ? ഇയാള് ശരിക്കും ബോൺ ക്രിമിനലാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ബോൺ ക്രിമിനൽ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രാദേശിക തലങ്ങളിൽ പോലും ഇതുപോലൊരു കൊടും ക്രിമിനലിന് ജന്മം കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾ രാജിവെച്ചാൽ ഇല്ലെങ്കിൽ പോലും ഈ മനുഷ്യന്റെ പേര് തന്നെ കേരളം അറപ്പോടെയും ഭയത്തോടെ കാണത്തുള്ളൂ. അയാൾക്ക് രാജിവെക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ രാജി അനിവാര്യമായി മാറിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം VD സതീശനാണ് ഇയാളെ പാലുകൂട്ടി വളർത്തിയത്. അപ്പൊ ഇയാൾ രാജിവെച്ചില്ല എങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി
തുലാസിലായി. ഇപ്പൊ തന്നെ കേരളത്തിലെ ജനങ്ങൾ വി ഡി സതീശൻ മറുപടി പറയത്തക്ക രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ച് ഇപ്പൊ ഇന്ന് മിക്കവാറും രാജിവെക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. കാരണം കോൺഗ്രസിൽ എന്ത് പറഞ്ഞാലും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ കുറെ നല്ല ആളുകളുണ്ട്. അവർക്കെല്ലാം അപമാനമായി മാറി ഈ മനുഷ്യൻ. ഇയാൾ ആരെയൊക്കെയാണ് ഇയാൾ വെട്ടി നിർത്തിയത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളെ ചവിട്ടി മെതിച്ച് ഒരു മതയാനയെ പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആരെയും എന്തു ധിക്കാരവും പറയാവുന്ന രീതിയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ PV എന്നുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വെച്ചാൽ പ്രശ്നമുണ്ട്. ആ വാക്ക് രണ്ടാമത് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്കും മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. അതിനുള്ള ശിക്ഷ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാവ്യനീതി ഒന്നുമല്ല, സഡൻ ആക്ഷനാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അയാളെ വെറുക്കാത്ത ഒരു മനുഷ്യനൂടെ ഉണ്ടോ? അയാളെ അനുകൂലിക്കുന്ന ആരുണ്ടെങ്കിലും ഇതുപോലത്തുള്ള ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ പലരും പല മാന്യന്മാരും ഇപ്പൊ ജിന്നോ ജോണിനെ പോലുള്ളവരും അതുപോലെ തന്നെ TN പ്രതാപനെ പോലുള്ളവരും പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ ഇയാളെ പുറത്താക്കണം, ഇയാൾ ഈ പാർട്ടി നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല, തൊണ്ടയിൽ പുഴുത്തത് തുപ്പിക്കളയണം എന്ന് പറഞ്ഞതിൽ അപ്പുറം എന്തൊരു വേടാണ് അല്ലെ എന്തൊരു പ്രൈസാണ് ഇയാൾക്കെതിരെ ഇനി ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് നേതാവ് പ്രയോഗിക്കാനുള്ളത്. അത് ജിൻഡോ ജോൺ പറഞ്ഞു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഏതെല്ലാം രീതിയിൽ കേരളത്തിന്റെ വികസനത്തെയും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തെയും അതുപോലെ തന്നെ കേരളത്തിന്റെ കൈത്താങ്ങുവിനെയും അധിക്ഷേപിച്ചു വന്നോ അവർക്കെല്ലാം ജനങ്ങൾ എന്താ പറയുക നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തോട്. ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞ വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് ലജ്ജ തോന്നുന്നു, നമുക്ക് അറപ്പ് തോന്നുന്നു. പിന്നെ ഇവർ ഈ പറയുന്ന വേറൊരു ന്യായീകരണം എന്നെ അത്ഭുതപ്പെടുത്തിയത്, മുകേഷ് രാജിവെച്ചിട്ടാണ് 2ാം സ്ഥാനത്ത് ഇയാൾ രാജിവെക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കമ്പാരിസൺ. കാരണം മുകേഷിനെതിരെ വന്ന പരാതിയായിട്ട് വന്ന സ്ത്രീ ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയാണ്. അവരൊരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഒരു കുലത്തൊഴിലാണ് ഇതുപോലെ ആൾക്കാരെ ആക്ഷേപിക്കുക എന്നുള്ളത്. അങ്ങനെയാണോ ഇയാളെ സംബന്ധിച്ചോളം? 8 പെൺകുട്ടികൾ വിഷ്വലായിട്ട് വന്ന് തങ്ങളെ ഉപദ്രവിച്ചു, തങ്ങളുടെ ജീവിതം തകർത്തു, നാട്ടിൽ നിൽക്കാൻ പാടില്ല, ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഭയമാണ്, അയാളുടെ ചുറ്റും നിൽക്കുന്ന കുറെ ക്രിമിനൽസ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഭയം. ഇതൊക്കെ കേട്ട നമ്മൾ ഒന്ന് ആലോചിച്ചു, കേരളത്തിലാണ് ഇതൊക്കെ കേൾക്കേണ്ടതെന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് നമ്മളെയൊക്കെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അശ്ലീലത്തിനെ ഇനിയും രാജിവെപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഭാവിയിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. രജി ലൂക്കോസ്, ഒരു പക്ഷേ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തിറങ്ങിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഒരു ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. അതിൽ പറയുന്നൊരു വാക്കുണ്ട്, ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊലപ്പെടുത്തുകയില്ലേ, ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങൾ എന്നെ കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്നെ കൊലപ്പെടുത്തണമെങ്കിൽ എനിക്ക് 1 സെക്കൻഡ് പോലും വേണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു ക്രിമിനൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക? ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാരായ പല നേതാക്കളും ചോദിക്കുന്നത് പോലെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞങ്ങളെന്ന് പറയാൻ വല്ലാത്ത ലജ്ജയുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല MLA സ്ഥാനം തന്നെ രാജിവെക്കണം. ആ വാക്കുകളാണ് ഇപ്പോഴും നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. നിന്നെ കൊല്ലാൻ 1 നിമിഷം പോലും വേണ്ടല്ലോ, 1 സെക്കൻഡ് പോലും വേണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇയാൾ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഭയം ജനിപ്പിക്കുന്നു. ഇയാൾ നമ്മുടെ നിയമസഭയിൽ കുറച്ചു നാളത്തേക്കാണെങ്കിലും പ്രവേശിച്ചെന്നുള്ളത് വളരെ നാണക്കേടും ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. കാരണം അയാള് എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന അയാളുടെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, താൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ, താനൊരു പക്ഷേ വധിക്കാൻ പോലും മടിക്കത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞില്ല, നിന്നെ കൊല്ലാൻ എനിക്ക് 1 മിനിറ്റ് പോലും 1 സെക്കൻഡ് പോലും വേണ്ടെന്ന് പറഞ്ഞു. അതായത് ആ പെൺകുട്ടി ഇയാൾ ക്ഷണിക്കുന്നത് എന്തിനാ, കാണണം എന്ന് പറഞ്ഞാൽ എന്തിനാ, അയാൾ കൊന്നു തള്ളാൻ തന്നെയാണ്. അതിലെന്താ തർക്കിരിക്കുന്ന കാര്യം? ഇനിയിപ്പോ അതിനകത്ത് ആർക്കില്ല എന്തെങ്കിലും സംശയമാണ്, അതിനകത്ത് മടിക്കത്തില്ല. കാരണം അയാളുടെ അയാളാൽ ഗർഭിണിയായിട്ടൊരു നിസ്സഹായ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ആ ഓഡിയോയിൽ, ഞാൻ എവിടെയെങ്കിലും പോയി നാട് വിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പറഞ്ഞു. അതായത് അങ്ങനെ എത്രയോ പെൺകുട്ടികളെ ഇയാൾ പിച്ച് ചീന്തിരിക്കുന്നു. സംശയം എന്താ കാര്യത്തിൽ? ഇതിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോയിൽ പറഞ്ഞത് അന്ന് ഇയാൾ രക്ഷപ്പെട്ടു, ഇയാളുടെ ആ പെൺകുട്ടി ഇയാളുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും 10-15 ദിവസങ്ങൾക്ക് മുമ്പ് അതൊരു മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തതയൊന്നുമില്ല. അതിനകത്തും സംസാരിക്കുന്ന ശൈലി എന്താണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഭയാനകമായ ഒരു വിഷജന്തുവിനെ, ഒരു ക്രിമിനലിനെ, ഒരു ബോൺ ക്രിമിനലിനെയാണ് കേരളത്തിൽ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം മുതൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ രീതിയിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ രചനാത്മകമായിട്ടുള്ള പടവുകൾ താണ്ടി വന്നൊരു കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ ഷാഫി പറമ്പിലും ഈ VD സതീശനും കൂടി എന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം അല്പമെങ്കിലും ഈ കോൺഗ്രസിനോട് കൂറുള്ളവർ ഈ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട, ഇതുപോലത്തെ ക്രിമിനലാണോ എല്ലാവരെയും വെട്ടിനിർത്തി ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വ്യാജ ഐഡിയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി പാലക്കാട് നിന്ന് അടൂരിൽ നിന്ന് കെട്ടിയിറക്കി പാലക്കാട് നിന്ന് ഇയാളെ സകല വർഗീയവാദികളുടെ വോട്ട് നേടിക്കൊണ്ട്
അയാളെ MLA ആക്കി എന്നുള്ളൊരു വിരൽ ചൂണ്ടണം. എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഇയാൾക്കെതിരെ യൂത്ത് ലീഗിന്റെ വനിതാ വിങ് രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഇയാൾ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇയാൾ ഈ രേഖകൾ തന്നെ, ഈ ശബ്ദരേഖകൾ തന്നെ ഇയാൾ ക്രിമിനലാണെന്നുള്ള, കുറ്റവാളിയാണെന്ന് തെളിഞ്ഞെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഘടകകക്ഷിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കോൺഗ്രസിന്റെ ഈ അഴുക്കിനെ കുറിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവരുടെ മുഖ്യ ഘടകകക്ഷികൾക്ക് എന്താ പറയാനുള്ളത്? സ്വാത്വികമായ പാരമ്പര്യം അനുഷ്ഠിക്കുന്ന പാണക്കാട് തങ്ങളെ പോലുള്ളവർ എന്താണ് ഇനി മറുപടി? എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? കേരളത്തിലെ പൊതുസമൂഹത്തിനെ മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു ക്രിമിനലിനെ ഇതുപോലെ വരസാൻ അനുവദിച്ചതുകൊണ്ടാണ്. തന്നെയല്ല വേറൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. PV അൻവറിനെ പാതിരാത്രിക്ക് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സമയത്ത് ഇയാൾ പോയി കണ്ടത്. PV അൻവർ ഇയാളെ കുറിച്ചുള്ള എന്തോ ഒരു ബോംബ് പൊട്ടിക്കുന്നു പറയുന്നത് കാര്യം പിടിക്കാൻ ചെന്നാന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇയാളെ ഒരു മിനിറ്റ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുമായിരുന്നോ? ഇയാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകരുതെന്ന് VD സതീശനും ഷാഫി പറമ്പിലിന് താക്കീത് കൊടുത്ത വനിതാ പ്രവർത്തകരുടെ വാക്കിന് പോലും ഒരു വിലയും കൊടുത്തില്ല. ഇപ്പോൾ അവർക്ക് എന്ത് മറുപടി പറയാനുണ്ട് ഈ കൊടും ക്രിമിനലിനെ കുറിച്ച്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാവം പെൺകുട്ടി വധഭീഷണിക്ക് ശേഷം ആ പെൺകുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ അറിയോ? അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഭയമാ, അയാളോടൊപ്പം കുറെ ക്രിമിനലുകളാന്നുള്ളവർ. അപ്പൊ നീലപ്പെട്ടി വിവാദത്തിൽ അതിന് ചുക്കാൻ പിടിച്ചൊരു ക്രിമിനൽ ഉണ്ടല്ലോ, ഇയാളുടെ വീട്ടിൽ സന്തോഷ് സഹചാരി, അയാളൊക്കെയാണ് ഇയാളോടൊപ്പം സഞ്ചരിക്കുന്നത്. അതായത് ബോംബെ അധോലോക നായന്മാരോടൊപ്പം ഇതുപോലത്തെ ക്രിമിനൽ സംഘടനകളെ കുറിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബോംബെ അങ്ങനത്തെ കഥാപാത്രങ്ങളൊന്നുമില്ല. പക്ഷെ അവരാരും സാമ്പത്തിക കവർച്ചയ്ക്ക് വൻതോക്കുകൾ ഉപയോഗിക്കുന്നതല്ലാതെ കണ്ട് അവരാരും സ്ത്രീകളെ വേട്ടയാടി ചരിത്രം നമ്മുടെ ഇന്ത്യയിലില്ല. ഇന്നുവരെ കേട്ടിട്ടില്ല, നമ്മൾ ആരും കേട്ടിട്ടുള്ളൂ. ഇല്ല, ഈ മാഫിയ സംഘങ്ങളൊക്കെ സാമ്പത്തികപരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യാറുണ്ട്. ഈ പെൺകുട്ടികളെ വേട്ടയാടി യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മുന്നോട്ട് പോയ ഒരാളെ കുറിച്ച് ഇന്നുവരെ നമ്മൾ കേട്ടില്ല. നമ്മൾ കാസിനോവയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കാസിനോവയുടെ കഥ ഇങ്ങനെയല്ല. കാസനോവ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക ചെയ്യാറില്ലായിരുന്നു. കാസനോവ സ്ത്രീകളുടെ ആരാധന പുരുഷനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യാജ പ്രസിഡന്റ് വളർന്നു വന്ന സാഹചര്യം കൂടി മാധ്യമങ്ങളുടെ പരിലാളനയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തീപ്പൊരി പ്രാസംഗികൻ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ എത്രയാണ് ഘോഷിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിനെ എടുത്തുയർത്തിക്കൊണ്ടിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും. വളരെ പെട്ടെന്നാണ് ഈ തനിനിറം പുറത്താക്കിയിട്ട് ഇനി ഈ പറയുന്നത് പോലെ ഈ പല നേതാക്കളും ഈ ചുമക്കുന്നത് പോലെ ചുമന്നാൽ ഈ മാധ്യമങ്ങൾക്ക് കൂടി പ്രശ്നമാകും. ഇപ്പോൾ എന്തായാലും ആ മാധ്യമങ്ങളെ അടക്കമാണെന്ന് ഷാഫി പറമ്പിൽ രാവിലെ അധിക്ഷേപിക്കുകയും ചെയ്തത്. ആ പരിലാളന മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ മുതൽക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഈ VD സതീശനും ഈ നേരത്തെ ഇടയ്ക്കെങ്കിലും ഒരു വാക്ക് റെജി ലൂക്കോസ് പറഞ്ഞപ്പോൾ റാഫി മക്കാട്ടിൻ എന്നൊരു വാക്ക് വന്നുപോയി. അത് റാഫി മക്കാട്ട് എന്ന് പറഞ്ഞ സംവിധായകരാണ്. റാഫി മക്കാട്ടിനെ കഴിയും ഇപ്പോൾ ഈ ഷാഫി മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഈ കൂട്ടുകെട്ട്, അതാണ് സംഭവം. ഈ കൂട്ടുകെട്ട് ഇനി എന്തൊക്കെയാണ് നടത്തിയതെന്ന് കേരളം കാണാനിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് രാജി വെപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ് ഉള്ളവർ തന്നെ ഇത് തുരന്ന് കണ്ടുപിടിച്ച് കേരള സമൂഹത്തിന് മുന്നേക്ക് കൊണ്ടുവരും. അത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ താലോലിച്ചവർ പറഞ്ഞില്ലെങ്കിൽ പോലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അല്ല, അതിനകത്ത് ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സംഭവം അവിടെയാണ് കൈരളി ചാനൽ വേറിട്ട് നിൽക്കുന്നത്. അതായത് ഇയാളെ കുറിച്ചുള്ള ആദ്യത്തെ അലിഗേഷനും ഇയാളെ കുറിച്ചുള്ള വൃത്തികേടുകൾ, ഇയാളുടെ സ്ത്രീവേട്ടകളെ കുറിച്ചൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ കൈരളിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ VD സതീശനും ഇയാളും പലതവണ കൈരളിയുടെ മാധ്യമപ്രവർത്തകരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലതവണ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ കൈരളി എന്തോ കുറ്റകൃത്യങ്ങൾ മാത്രം നടത്തുന്ന ഒരു നുണകൾ മാത്രം പറത്തുന്ന ഒരു മാധ്യമമാണെന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് അധിക്ഷേപിച്ച് ഈ അടുത്ത ദിവസം VD സതീശൻ വിരൽ ചൂട്ടുകൊണ്ട് കൈരളിയുടെ റിപ്പോർട്ടറായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം റിപ്പോർട്ടർമാരോടൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. പക്ഷേ കൃത്യമായ രീതിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ കൈരളിയാണ് ശരി, ഇത്തരം അധമപാര തുറന്നു കാട്ടുന്ന ധീരമായ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ഇപ്പൊ ത്രിവഞ്ച ചക്രവർത്തിയോട് അന്ന് ചോദിച്ചു, ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ലൈവായിട്ട്. അത് കേരളം തെളിയിച്ചു. അതായത് സത്യസന്ധമായ രീതിയിൽ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ ധീരതയോടെ ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് കൈരളിയാണെന്നുള്ള സത്യസന്ധമായിട്ട് ഇന്നിപ്പോ അതിന് രാജിയിലേക്ക് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? വലതുപക്ഷ മാധ്യമങ്ങൾ ഇയാളെ സംരക്ഷിക്കാൻ, ഇയാളെ പൊതിഞ്ഞു വെക്കാനായിട്ട് കുറെ ശ്രമം നടത്തി. അവരെല്ലാവരും ഇയാളുടെ വാഗ്ദോരണം, ഇയാളുടെ വാഗ്ദോരണം സംസ്കാര സമ്പന്നമാണ്. ഇയാളെ അധിക്ഷേപങ്ങളാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇയാൾ പറഞ്ഞ വാക്ക്, എടോ പിണറായി വിജയൻ എന്നൊക്കെ ഇയാൾ വിളിക്കുന്നത്. ഇയാളെ ആരാണ് അതിനോട് ഇയാളെ അനുവദിച്ചത്? എവിടുന്ന് ഈ തന്റെ ഇടം കിട്ടി? സംസ്കാര സമ്പന്നമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എടോ പിണറായി വിജയൻ എന്നൊക്കെ വിളിക്കാനായിട്ട് കുഞ്ഞനെന്ന ചത്തു എന്ന് ഇയാളുടെ പിതാവ് മരിച്ചു പോയതല്ലേ? ഇയാൾക്ക് എങ്ങനെ അത് വായിന്ന് വരാൻ പറ്റി? അതുപോലെ DYFI പറഞ്ഞ കാര്യങ്ങള്, പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ അധിക്ഷേപങ്ങള്, അയാളിങ്ങനെ ഒറ്റയാനായിട്ട് മെതിച്ചു നടക്കുമായിരുന്നു. അയാളെ തളച്ചു. കൃത്യമായ രീതിയിൽ അയാളെ മൈക്കോടി വെക്കാതുകൊണ്ട് തന്നെ
അവരുടെ പാർട്ടി തന്നെ അയക്കെതിരെ നടപടി സ്വീകരിക്കുന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ആ പാർട്ടിക്ക് കഴിഞ്ഞ അടുത്ത തവണ 10 MLA വരെ പോലും നിയമസഭയിൽ എത്തിക്കാൻ പറ്റത്തില്ല. യാതൊരു സംശയമില്ല കരുതി. ഞാൻ ഉറപ്പിച്ചിപ്പോൾ കൈരളി എന്ന് പറയുന്നത് വടക്കംപറയൂരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ഞാൻ വടക്കംപറയൂരിൽ ബഹുമാനപ്പെട്ട VD സതീശൻ അടുത്ത തവണ പരാജയപ്പെട്ടിരിക്കും. എഴുതി വെച്ചോ സിജു, ഞാനാ പറയുന്നത്. കാരണം തീർച്ചയായും അത് ഇതിന്റെ ഒരു സൂചനകൾ ഈ VD സതീശന് കിട്ടിത്തുടങ്ങി. അതുകൊണ്ടാണല്ലോ VD സതീശൻ ഇന്ന് നിലപാട് മാറ്റിയത്. വളരെ കൃത്യമാണ് വാക്കുകൾ. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും. വിട്ടുവീഴ്ച ഉണ്ടാകുമെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് VD സതീശൻ അറിയാം. ഒരു ചൊല്ലുണ്ടല്ലോ, ഈ നാറിയവനെ എന്ന് ചുമന്നാലെന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് ഇവിടെയും പ്രസക്തമാണെന്ന് VD സതീശന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിലപാട് മാറ്റേണ്ടി വരികയും ചെയ്തത്. ഒരു പാർട്ടി എങ്ങനെയാണ് എങ്ങനെ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുബോധമുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞാൽ പുട്ടടിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ധാരണ അത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ. അതിനുശേഷം കഴിഞ്ഞ കാലം നമുക്കറിയാം, സോളാർ കുംഭകോണ കാലത്ത് നടന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ എത്ര നേതാക്കളാണ് ഈ പേരുകൾ, ഈ സ്ത്രീ പീഡകന്മാരായി പേര് വിവരങ്ങൾ പുറത്തു വന്നത്. അതിൻ്റെ പിന്നാലെ, അതായത് ചേട്ടൻ ഇങ്ങനെയാണെങ്കിൽ, ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു പിതാവിനെ കുറിച്ച് മോനെക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ ആ പിതാവിൻ്റെ അവസ്ഥ കണ്ട അധ്യാപകൻ തിരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു സാഹചര്യമാണ്. അവരിങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനും അപ്പുറമാണ്, അവർ ചെറിയണ്ണനാണെങ്കിൽ ഞാൻ വലിയണ്ണനാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെയുമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവര് ഒരു ചെറിയ മാഫിയ കൂട്ടം കേരളത്തിൽ കോൺഗ്രസിന്റെ കയ്യിലൊതുക്കി. ഞാൻ ചോദിക്കട്ടെ, ഇയാള് ഇതിലും ഭീകരമായ രീതിയിലുള്ള മറ്റൊരു വൃത്തികേട് കാണിച്ചില്ല. അതായത് മുണ്ടക്കൈ ചൂരമല ദുരന്തത്തിൽ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കേരളം വിറങ്ങിച്ച് നിൽക്കുമ്പോൾ അവിടെ ടീഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ 20 വീടോ 30 വീടോ പണിത് കൊടുക്കും, അതുകൂടാണ്ട് തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ കോടിക്കണക്കിന് രൂപ പിരിച്ചെന്നാ പുറത്തു വരുന്നത്. ഇപ്പൊ അയാൾ പറയുന്നത് 83 ലക്ഷമുള്ളെന്ന് പറഞ്ഞു. ഈ കണക്ക് പോലും പുറത്തു വന്ന എപ്പോഴാണ്? 1 വർഷം ആകുമ്പോൾ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ അവര് വിരൽ ചൂണ്ടി ചോദിച്ചപ്പോഴാണ് ഇയാൾ പറയുന്നത്. അവിടെ ആ പണം എവിടെ? ഈ കൊള്ളയടിച്ച പണം മനുഷ്യന്റെ ദുരന്തത്തിൽ പോലും ഫണ്ട് പിരിച്ച്, ലോകവ്യാപകമായിട്ട് ഫണ്ട് പിരിച്ച്, പലതും വിദേശത്തുള്ള ഫണ്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇയാളെ കൊള്ളയടിച്ച് ഇയാൾ എന്തിനാ പൈസ ഉപയോഗിച്ചത്? ഈ പെൺകുട്ടികളെ കൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കറങ്ങാനാണോ? അത് തന്നെ പറഞ്ഞ ഓഡിയോയിൽ പറഞ്ഞത്, ഞാൻ സ്റ്റാർ ഹോട്ടലിലെ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ റൂം എടുക്കാറുള്ളൂ. ഇയാളെ കുറിച്ച് കേട്ടിരിക്കുന്ന മുഴുവൻ ഇയാളുടെ ഭാര്യ, ഇയാളുടെ അമ്മയെ കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ല. എങ്കിലും ആ മാതാവിന്റെ പെൻഷൻ കൊണ്ടാണ് ഇയാൾ ജീവിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ അയാൾ എത്ര സ്വത്തിന്റെ ഉടമയാ? ഈ പണമെല്ലാം എന്ത് ചെയ്ത്? ഈ പെൺകുട്ടികളെ ഇന്ത്യ മുഴുവനും ഇപ്പൊ ഡൽഹിയിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞുള്ള ഓഡിയോ വന്നിട്ടുണ്ട്. ഈ കറക്കി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ഇതുപോലെ പെൺകുഞ്ഞുങ്ങളെ കശക്കെറിയാനുള്ള സാമ്പത്തികമൊക്കെ എവിടുന്ന? ഈയിടെ MLA തെരഞ്ഞെടുപ്പ് ശമ്പളം കൊണ്ടു തികയോ? അത് വന്നേ ഇപ്പൊ 4-5 മാസമേ ഉള്ളൂ. എവിടുന്ന് കിട്ടി ഇയാൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്? അപ്പൊ ഈ ചൂരമല മുണ്ടക്കൈ ഭാഗത്ത് ദുരന്തത്തിൽ പിരിച്ചെടുത്ത പണമാണോ ഇയാൾ ഇതിന് ഉപയോഗിച്ച ആ ഫണ്ട് പണം? ഇയാളെ നിയമപരമായിട്ട് തന്നെ കസ്റ്റഡിയിലെടുക്കണ്ട. കാരണം ഫണ്ട് പിരിച്ച്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കാണാനില്ലെന്ന് പറഞ്ഞു KPCCയുടെ. ഇയാൾ മറുപടി പറഞ്ഞു ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആപ്പ് നോട്ട് ആപ്ലിക്കേഷൻ, ക്ഷമിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക, ഒരു സാമൂഹിക വിപത്തിനെ കോൺഗ്രസ് പാർട്ടി വളർത്തിക്കൊണ്ട് വന്നതിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഈ ഷാഫി പറമ്പിലും മാറി നിൽക്കാൻ പറ്റില്ല. ഏതായാലും മാറി നിൽക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വയനാട് ദുരന്ത ബാധിതരുടെ പേരിലെ ഫണ്ട് അടിച്ചു മാറ്റി, അതായത് വീട് വെക്കാൻ ആണ് ഈ ഫണ്ട് പിരിച്ചതെന്നാണ് ഒരുപക്ഷെ റെജി ലൂക്കോസ് പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും കൗതുകരമായ വസ്തുത. വീട് വെക്കാൻ പണം പിരിച്ചു, വീട് വെച്ചോ? അതെ, വീട് വെച്ചു, ഞാൻ വീട് വെച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിയമത്തിൻ്റെ പരിധിയിൽ കൂടി വരുന്നതാണ്. അത്തരത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MB സുബ്രഹ്മണ്യൻ്റേതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണ്. മറ്റ് പ്രസ്ഥാനങ്ങളുടെ ശൈലിയല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്. ഈ അവസരത്തിൽ എൻ്റെ പ്രസ്ഥാനം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണം. ഇപ്പോൾ MB സുബ്രഹ്മണ്യൻ തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. MB സുബ്രഹ്മണ്യൻ, താങ്കൾ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണം. താങ്കൾ പറഞ്ഞു വെച്ചത് ആ കൂട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ളവരുടെ കൂട്ടത്തിൽ പെടുന്നതല്ല താങ്കളുടെ പ്രസ്ഥാനം അങ്ങനെ ആകരുത് എന്ന് തന്നെയാണ് അല്ലേ? രാജിവെക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഞാനിവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
കോൺഗ്രസിനെ പോലെയുള്ള ഒരു സംഘടന ജനങ്ങൾക്ക് ഇടയിൽ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് നിലനിന്നു പോകുന്ന മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഇത് ജനങ്ങൾക്കിടയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അത് നല്ല രീതിയിൽ ഈ വിഷയം പോസിറ്റീവായിട്ട് രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അത് അല്ല ശ്രീ സുബ്രഹ്മണ്യൻ, ഒരുപക്ഷെ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതി എന്ന് പറയുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വരുന്നു. ഒരു നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ ജനങ്ങളെ പ്രതിനിധീകരിക്കരുത്, MLA സ്ഥാനത്ത് തുടരുന്നത് തന്നെയാണ്. താങ്കൾ പറയുന്ന വാക്കുകൾ ഇത്തിരി കൂടി വ്യക്തമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം, അത് തന്നെയല്ലേ ശരി? തീർച്ചയായും ഞാനത് പറയുന്നതിന് സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ അത് പറയുന്നത്, ഇവിടെ ജനങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ UDF വലിയ രീതിയിൽ വിജയം കൊണ്ടുവരാൻ ആഗ്രഹിച്ച ജനങ്ങളാണ്. ആ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കണം സംഘടന. അതുണ്ടാവും എന്നുള്ള എന്റെ പ്രതീക്ഷയാണ് ഞാൻ പങ്കുവച്ചത്. അതായത് താങ്കളുടെ പ്രസ്ഥാനം, അതായത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നൈതികതയ്ക്കും പുറത്ത് ഈ ജനസാമാന്യത്തിൻ്റെ 3.5 കോടി ജനതയുടെ ഒരു നൈതികതയുണ്ട്. ആ നൈതികതയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഒരു പ്രസ്ഥാനവും. താങ്കൾ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, അതിൻ്റെ നൈർമല്യത, അതിൻ്റെ സുതാര്യത ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തണമെങ്കിൽ രാജി വളരെ വേഗം. തീർച്ചയായിട്ടും ജനങ്ങൾ എന്ത് തന്നെയാണോ ഈ പാർട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളതും. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും അത് ആഗ്രഹിക്കുന്നതും. അതായത് ശ്രീ സുബ്രഹ്മണ്യം, ഒരുപക്ഷെ പലർക്കും പല ഘട്ടങ്ങളിലും മിണ്ടാതിരുന്നതാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും. ഒരു കാലഘട്ടം മുഴുവൻ അവിടെ ഒരു മൂവർ സംഘമാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായി VD സതീശൻ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ. അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമാണ്. താങ്കൾ ഇപ്പോഴും അതിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. പറയാം, താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സംസാരിക്കാൻ ഇവിടെ നേതാക്കന്മാരുണ്ട്, അതിന് ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കന്മാരുണ്ട്. അതൊക്കെ അവര് പറയും. ഇതിനകത്ത് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വെച്ചാൽ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മുന്നോട്ട് വെച്ച എന്റെ മെസ്സേജ്. ഒരുപക്ഷേ സുബ്രഹ്മണ്യം, താങ്കളുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദം മാത്രമല്ല, നിരവധി ശബ്ദങ്ങൾ ഇങ്ങനെ കോൺഗ്രസിലുണ്ട്, യൂത്ത് കോൺഗ്രസിലുണ്ട്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി ശ്രീ MP സുബ്രഹ്മണ്യം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച. ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MP സുബ്രഹ്മണ്യം പറയേണ്ടി വന്നിരിക്കുന്നു. ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല എന്നാണ്. ഏതായാലും മാധ്യമപ്രവർത്തകർ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. നേരത്തെ 3:30 രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണാൻ സാധ്യതയില്ലെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈവനിംഗ് ഡിബേറ്റ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്.